സോഷ്യൽ സയൻസിലെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് മൻസബ്ദാരി സിസ്റ്റം. മുഗൾ ഭരണകാലത്ത് അവരുടെ ആർമി ഉപയോഗിച്ച് ആ രാജ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ ആ രാജ്യത്തിൻ്റെ വികസനം നടത്തുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതിനും വലിയൊരു രാഷ്ട്രമാക്കി മാറ്റുന്നതിനും ആർമിയെ ആവശ്യമായിരുന്നു. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ ദ കിങ്ഡം. മൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ. അക്ബർ ആരാന്നറിയാം? അക്ബർ ഒരു മുഗൾ രാജാവാണ്. അപ്പോൾ അക്ബർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു മിലിറ്ററി സിസ്റ്റമാണ് എന്ത്? മൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ മൻസബ്ദാരി സിസ്റ്റം എന്താണ്? ഇറ്റ് വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ടു എക്സ്പാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ മുഗൾ കിങ്ഡം. അപ്പോൾ എന്താണ് മൻസബ്ദാരി? ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ടു എക്സ്പാൻഡ് ആൻഡ് മെയിൻറ്റെയിൻ മുഗൾ കിങ്ഡം. ഈ സിസ്റ്റം പ്രകാരം ഓരോ ഓഫീസറിനും ഒരു റെജിമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് അയാളുടെ കീഴിൽ ആളുകൾ. ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. എന്താണ്? ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം അക്കോർഡിംഗ് ടു ദിസ് സിസ്റ്റം. The title Mansab refers to the number of cavalry each officer is required to maintain. എത്ര ആൾക്കാരെ അയാളുടെ കീഴിൽ ഉപയോഗിക്കാം, അയാളുടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആർമിയായിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്ര പേരെ ഉപയോഗിക്കാം, അതാണ് മൻസബ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ റാങ്ക് ഓഫ് മൻസബ് വാസ് ഡിറൈവ്ഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ്. എത്ര നമ്പർ ഓഫ് സോൾജേഴ്സിനെ അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, അതാണ് മൻസബ് എന്നുള്ള റാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു റാങ്കാണ്. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സ്ചെക്കർ. മൻസബ്ദാർസ് were allotted land according to their rank. അവരുടെ റാങ്കിനനുസരിച്ച് മൻസബ്ദാറിന് ഭൂമി അലോട്ട് ചെയ്ത് കൊടുത്തിരുന്നു. മൻസബ്ദാറിന് വേണ്ടുന്ന ഭൂമി അവരുടെ റാങ്കിനനുസരിച്ച്, വേണ്ടുന്ന ഭൂമിയല്ല, മൻസബ്ദാറിൻ്റെ റാങ്കിനനുസരിച്ച് അവർക്ക് ഭൂമി നൽകിയിരുന്നു. ദ മൻസബ്ദാർ മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ദം. അപ്പോൾ അവർക്ക് കിട്ടിയ ലാൻഡിൽ നിന്നുള്ള ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം മൻസബ്ദാറിനായിരുന്നു. അപ്പോൾ അയാളുടെ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തു. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? മെയിൻറ്റെയിൻ ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ദം. അവർക്ക് അലോട്ട് ചെയ്ത ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ഉപയോഗിച്ച് അവർ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്തു. ദ സപ്പോർട്ട് ഓഫ് ദ നോബിൾസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റെജീം സ്ട്രോങ്ലി. അപ്പോൾ ഈ ഒരു ആർമിയെ നല്ല സ്ട്രോങ് ആയി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് നോബിൾസിൻ്റെയും മിലിറ്ററിൻ്റെയും സപ്പോർട്ട് ആവശ്യമായിരുന്നു. ദ സപ്പോർട്ട് ഓഫ് നോബിൾസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റെജീം സ്ട്രോങ്ലി. മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദിസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ മൻസബ്ദാരി സിസ്റ്റം അതിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ലക്ഷ്യം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൻസബ്ദാരി സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൻസബ് എന്ന് പറഞ്ഞ വാക്ക് അതൊരു റാങ്കാണ്. അത് എത്ര ആളുകളെ, എത്ര സോൾജേഴ്സിനെ, എത്ര നമ്പർ ഓഫ് സോൾജേഴ്സിനെ അയാൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും, ആ റാങ്ക് തീരുമാനിക്കുന്നത് മൻസബ് എന്നുള്ള വാക്കാണ്. ഈ സിസ്റ്റം പ്രകാരം മൻസബിന് അവരുടെ റാങ്കിനനുസരിച്ച് ഭൂമി നൽകുകയും ആ ഭൂമിയിലുള്ള ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരവും ഉണ്ടായിരുന്നു. ആ കളക്ട് ചെയ്ത ടാക്സ് ഉപയോഗിച്ച് അവർ ആർമിയെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്തിരുന്നു. അതാണ് മൻസബ്ദാരി സിസ്റ്റം. അപ്പം ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തത് അക്ബറാണ്.